മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് മുതൽ നമ്മുടെ മാർക്കോ തിരിച്ചു വന്നിട്ടുണ്ട്. മാർക്കോയും കൂടി വന്നെങ്കിൽ മാത്രമേ എന്തു പറഞ്ഞാലും കാണാനും നല്ലൊരു ഗംഭീര എപ്പിസോഡായിട്ട് തോന്നുകയുള്ളൂ. മാത്രമല്ല, ശത്രുക്കൾക്ക് തിരിച്ചടി കൊടുക്കണമെങ്കിലും അല്ലെങ്കിൽ ശത്രുക്കളെ ഒന്ന് പറഞ്ഞ് പേടിപ്പിക്കണമെങ്കിലും കണ്ണനെയോ അനന്തുവിനേക്കായും ഏറ്റവും കൂടുതൽ എഫക്റ്റ് തോന്നുന്നത് നമ്മുടെ മാർക്കോ പറയുമ്പോൾ മാത്രമാണ്. മാർക്കോയെയാണ് എല്ലാവർക്കും നല്ല പേടി. എന്തായാലും മാർക്കോ വന്ന് സത്യങ്ങളെല്ലാം കണ്ണനും അതുപോലെ മാർക്കോയും പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട്. മഹാലക്ഷ്മി എല്ലാ കാര്യങ്ങളും മാർക്കോയോട് അറിയിച്ച എല്ലാ കാര്യങ്ങളും കണ്ണൻ സാറിനോടും തുറന്നു പറഞ്ഞു. ഇപ്പോൾ പഴയതുപോലെയുള്ള സാറില്ല സത്യങ്ങളും തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യവും മാർക്കോ തിരിച്ചറിയുന്നുണ്ട്. കൂടാതെ ഈ ഒരു സത്യം ഉള്ളിൽ വെച്ച് നടക്കുന്ന മഹാലക്ഷ്മിയെ ഏറ്റവും കൂടുതൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ആ ഒരു ചതിയനെ, അതായത് ഇതിനെല്ലാം കാരണക്കാരനായ അയാൾ ഒരു നാണവും കൂടാതെ അതിൻ്റെ പേരിൽ പണം സമ്പാദിക്കാൻ മഹിയെ, പാവം ഗർഭിണിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി പണം സമ്പാദിക്കാൻ നടക്കുന്ന ഈ ഒരു ചതിയനെ പറ്റിയുള്ള കാര്യങ്ങളും അവരെല്ലാവരും തിരിച്ചറിയുന്നു. പക്ഷേ മഹാലക്ഷ്മിക്കും അതുപോലെ മോഹിനിയമ്മയ്ക്കും ആ ഞെട്ടിക്കുന്ന സത്യം അറിയില്ല. കണ്ണൻ്റെ അച്ഛനെ കൊല്ലാനുള്ള കൊട്ടേഷൻ കൊടുത്തത് വാമദേവൻ്റെ നിർദ്ദേശപ്രകാരവും അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രകാരമാണെന്നുള്ള കാര്യം അറിയാത്തത് കൊണ്ട് മാത്രം മഹിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും കണ്ണനോടും അതുപോലെ മാർക്കോയോടും അനന്തുവിനോടും ലേഖയോടും തുറന്നു പറയുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് മഹാലക്ഷ്മി വാമദേവൻ്റെ ചതിയാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ അതും കൂടി പറഞ്ഞേനെ. അപ്പോൾ ഇയാളുടെ പൊയ്മുഖം എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിച്ചേനെ. എന്തായാലും പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് വാമദേവൻ നടത്തിയിരിക്കുന്ന ഈ ഒരു മാർഗത്തെപ്പറ്റി അറിഞ്ഞ മാർക്കോയും അതുപോലെ കണ്ണനും ആദ്യം ഒന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോൾ കണ്ണനാണെങ്കിൽ മാർക്കോയോട് പറയുന്നു, ഞാൻ ഈ സത്യം അറിയരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എൻ്റെ അമ്മാവനാണ്. കാരണം പാവം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആ പെങ്കൊച്ചിനെ ഈ സമയത്ത് ഭീഷണിപ്പെടുത്തി എത്രമാത്രം സമ്പാദ്യം ഉണ്ടാക്കാം എന്നാണ് അവർ കരുതുന്നത്. അപ്പം മാർക്കോ ചോദിക്കുന്നുണ്ട്, എങ്കിലും അയാൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു? അയാൾക്കും അയാളുടെ കോമയിൽ കിടക്കുന്ന മോനും എന്തിനേറെ പറയുന്നു, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട എല്ലാവർക്കും കണ്ണസാറ് കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുന്നല്ലോ. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണോ? എന്നിട്ടും കിട്ടിയതൊന്നും പോരാ. മാത്രമല്ല, അയാളുടെ മകളുടെ വിവാഹകാര്യത്തിന് വേണ്ടുന്ന സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കാമെന്നും കണ്ണസാറ് പറഞ്ഞു. പിന്നെന്തിനാ അയാൾ ഇങ്ങനെ ആർത്തി കാണിക്കുന്നതെന്നാണ് എനിക്കൊരു പിടുത്തമില്ലാത്തത്. അയാൾ പണ്ട് മുതലേ ഇങ്ങനെ, പിന്നെ കുറച്ച് വർഷമായി എനിക്ക് അയാളുടെയും എൻ്റെ കൂടെ നിൽക്കുന്നവരുടെയും ചതിയും പണത്തിനോട് ആഗ്രഹമൊക്കെ മനസ്സിലായിട്ട്. പക്ഷേ അതിനുശേഷം മഹി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം പഴയതുപോലെ ഒന്നും പൈസ സമ്പാദിക്കാനും ഫിനാൻസിൽ നിന്നാവട്ടെ മോഷ്ടിക്കാനും പറ്റാത്തതിൻ്റെ ചുരുക്കാണ് ഇപ്പോൾ ഈ രൂപത്തിനെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നത്. ഏതുവരെ പോകുന്നെന്ന് നോക്കാമല്ലോ. അതേസമയം സീമന്തിനിയാണെങ്കിൽ വാമദേവനെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നിസ്സാരമായിട്ട് പറയുന്നു, കണ്ണൻ്റെ അച്ഛനെ കൊന്നതിൻ്റെ കുറ്റത്തിന് പ്രതാപൻ അകത്ത് പോകട്ടെ. പ്രതാപൻ മാത്രമല്ല ഇപ്പം എല്ലാവരുടെയും മുമ്പിൽ പെട്ടു നിൽക്കുന്നതെന്ന്. പക്ഷേ അങ്ങനല്ല മനുഷ്യ. അങ്ങനെ പ്രതാപൻ ജയിലിൽ പോവുകയെന്നുണ്ടെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അയാൾ ഉറപ്പായിട്ടും പോകുന്നെങ്കിൽ നിങ്ങളെയും കൂട്ടി തന്നെ പോകൂ. അപ്പം നിങ്ങളുടെ സഹോദരിയും മകനും എല്ലാവരും തിരിച്ചറിയും നിങ്ങളാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിച്ചതെന്ന്. അതറിഞ്ഞു കഴിഞ്ഞാൽ കണ്ണനും ആ മാർക്കോ എന്ന് പറയുന്നവനൊക്കെ നിങ്ങളെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? നീ ചുമ്മാ പറഞ്ഞ് പേടിപ്പിക്കാതെ സീമന്തിനി, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. വേണ്ടി വന്നാൽ കുറച്ച് പൈസയും കൂടി ഞാൻ പ്രതാപന് കൊടുക്കാം, അതോടെ പ്രശ്നം തീരില്ലേ. അങ്ങനെ പൈസ കൊടുത്താലൊന്നും അയാൾ ഒറ്റയ്ക്ക് അകത്താകുമെന്ന് തോന്നില്ല. അയാൾക്ക് വേണ്ടപ്പെട്ട എല്ലാം നഷ്ടമായിട്ട് പിന്നെ നിങ്ങളുടെ പണം കിട്ടിയിട്ട് എന്താ കാര്യം? അയാളുടെ മകളുടെ ജീവിതം പോകും. മാത്രമല്ല, ജയിലിൽ പോയി അയാളുടെ സ്വത്തും പണവും മൊത്തവും പോകുമ്പോഴത്തേക്കും നിങ്ങളെയും കൊണ്ട് തന്നെ അവൻ പോവുള്ളൂ. അപ്പം വാമദേവനാണെങ്കിൽ അതിനെപ്പറ്റി നിന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. അതേസമയം നമ്മുടെ മഞ്ജുവിനാണെങ്കിൽ ചില ഡൗട്ടുകളൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും കണ്ണേട്ടൻ്റെ സ്വഭാവപ്രകാരം നിസ്സാര കാര്യത്തിനൊന്നും അങ്ങനെ പിണങ്ങുന്ന ഒരാളെയല്ല കണ്ണേട്ടൻ. ഇത്ര വലിയ കുറ്റം ചെയ്തു എന്ന് ബോധ്യമായ ഉണ്ണിയേട്ടനോടും അതുപോലെ മേഘേട്ടനോട് പോലും ക്ഷമിച്ചു കൊടുത്ത് അവർക്ക് വേണ്ടുന്ന ശമ്പളവും മറ്റു കാര്യങ്ങളും ഇപ്പോഴും നോക്കുന്നതും ചെയ്തു കൊടുക്കുന്നതും ഒക്കെ കണ്ണേട്ടനാണ്. അങ്ങനെയുള്ള കണ്ണേട്ടൻ പെട്ടെന്നൊന്നും ആരോടെ അങ്ങനെ പിണങ്ങത്തില്ല. പിന്നെ എന്തിനായിരിക്കും ഏട്ടത്തിയമ്മയോട് പിണങ്ങിയത്? എന്തോ വലിയ കാര്യം ഇതിൻ്റെ പിന്നിലുണ്ട്. ഏട്ടത്തിയമ്മ നമ്മളോടൊക്കെ മറക്കുന്ന എന്തോ വലിയ രഹസ്യമുണ്ട്. അത് കണ്ണേട്ടൻ മനസ്സിലാക്കിയിട്ടായിരിക്കുമോ ഇങ്ങനെ പിണങ്ങിയത്? അപ്പം സാഗറാണെങ്കിൽ ഒന്നും അറിയാത്ത മട്ടിനിങ്ങനെ പകച്ചു നിൽക്കുവാണ് മഞ്ജുവിൻ്റെ മുമ്പിൽ. അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിട്ട് മഞ്ജുവും അതുപോലെ കണ്ണനും മാർക്കോയും അനന്തവും ലേഖയൊക്കെ മഹാലക്ഷ്മി ഇത്രയും നാൾ മനസ്സിൽ ഒരു ഭാരമായിട്ട് കൊണ്ട് നടന്ന ആ ഒരു ഞെട്ടിക്കുന്ന രഹസ്യം അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മഞ്ജു സാഗറും മാത്രമേ ഉള്ളൂ ഇനി
കണ്ണൻ അറിഞ്ഞതുപോലെ അറിയാൻ. പക്ഷേ മഞ്ജു എങ്ങനെ പ്രതികരിക്കുമെന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം മഹാലക്ഷ്മി ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ടും ആരോടും പറഞ്ഞില്ലല്ലോ. പക്ഷെ മഹി യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം കണ്ണനെ പോലെ തന്നെ മഞ്ജുവിനും ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം മഞ്ജു ഇപ്പോൾ പഴയ മഞ്ജു അല്ല. സ്വത്തിനോടോ പണത്തിനോടോ ഒന്നും അമിതമായിട്ട് ആഗ്രഹമൊന്നുമില്ല. മറ്റൊരാളുടെ ജീവിതം തകർത്തായാലും തങ്ങൾക്ക് മാത്രം എല്ലാം നേടണമെന്നുള്ളൊരു ടൈപ്പും അല്ല. അമ്മയും അതുപോലെ സഹോദരൻ്റെയൊക്കെ സ്വഭാവത്തിൽ നിന്നും ഒരുപാട് മാറിയ മഞ്ജു ഇനി മഹാലക്ഷ്മിയെ ഉൾക്കൊള്ളാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കാം.